MT വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തിയതാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. MT വാസുദേവൻ നായരെ വിവാദത്തിൽ കുരുക്കരുതെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം കോഴിക്കോടിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു എഴുത്തുകാരനല്ല, കേരളത്തെക്കുറിച്ച് മാത്രം ഓർക്കുന്ന ഒരു എഴുത്തുകാരനല്ല. അദ്ദേഹം അന്ന് എഴുതിയത് ഇന്ത്യയിൽ വളർന്നു വരുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠകളാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിലും ആ പ്രവണതകൾ കാണുമ്പോൾ അത് അദ്ദേഹം സമൂഹത്തെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ വ്യക്തിയെയോ കുറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു ചെറിയ മനസ്സുള്ള ആളാണ് MT എന്ന് വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന അനാദരവുമാണ്. എഴുത്തുകാർ എന്തു പറയും പറയില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല എന്നായിരുന്നു ഇതേ വിഷയത്തിൽ രവി DC പ്രതികരണം. എഴുത്തുകാരൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്പീക്കറെ സംബന്ധിച്ചോളം നമുക്ക് എന്ത് പറയണം പറയണ്ട എന്ന് പറയാനുള്ളൊരു അവകാശം നമുക്കില്ല. ഒന്ന്, രണ്ട്, നമുക്കറിയില്ല അവർ എക്സ്റ്റംപറായിട്ടും ഇൻപ്രോംപ്റ്റായിട്ട് ചെയ്താലും അല്ലെങ്കിലും എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളതും നമ്മളതിൻ്റെ ഒരു ബേസിക് ഇതിൽ നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അത് MT എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഏത് ഒരു പരിപാടിക്ക് പോയാലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചോളം അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാധനം. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന്. ദീപക്, രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ. ഉന്മേഷി, MT തൊടുത്തുവിട്ട വിവാദങ്ങൾ മൂന്നാം ദിവസവും തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ ഈ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും MT ഒരു നയം വ്യക്തമാക്കൽ അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തൽ MTയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതും നിർണായകമാണ്. ഒരുപക്ഷെ അത് വ്യാഖ്യാനിക്കുന്നവർ അവരവരുടെ വ്യാഖ്യാനമായി തുടരട്ടെ എന്നുള്ളതായിരിക്കാം MTയുടെ നിലപാട്. കാരണം MTയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചതുമാണ്. ഇതിൽ AK ശശീന്ദ്രൻ പറയുന്നത് MTയെ ഇത്തരത്തിലൊരു വിവാദത്തിൽ പെടുത്തുന്നത് ശരിയല്ല. കാരണം MT നേരത്തെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തി എഴുതിയതാണ്, അത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് MTയുടെ പരാമർശത്തെ ഗൗരവകരമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ എതിരെ പറയുന്ന ആളായി MTയെ ചുരുക്കി കാണരുത് എന്നാണ് AK ശശീന്ദ്രൻ പറയുന്നത്. പക്ഷേ എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മൾ മറ്റു നേതാക്കളുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ കൃത്യമായി കേരളത്തെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരാണ് പരാമർശമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ഇന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇത് രാഷ്ട്രീയ വിവാദമായി മാറുന്നു. എന്നാൽ അതേ സമയത്ത് ഈ KLFന്റെ ഉടമ DC രവിയുമായി ഇന്ന് കാലത്ത് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വിവാദങ്ങൾ പുത്തരിയല്ല KLFന് എന്നുള്ളതാണ്. സംവാദവേദിയാണ്, വിവാദങ്ങൾ പുത്തരിയല്ല എന്ന് പറയുന്നു. മറ്റൊരു കാര്യം, ഈ MTക്ക് വാർത്താ പ്രാധാന്യമുണ്ട്. MT എങ്ങനെ പറയും, എങ്ങനെ സ്പീക്കേഴ്സ് എന്തു പറയണം എന്ന് നിശ്ചയിക്കാൻ പറ്റില്ല എന്നും DC രവി പറയുന്നു. മറ്റൊരു ചോദ്യം ചോദിച്ചത് ഈ വിവാദങ്ങൾ ആളെ കൂട്ടുന്നതിന് സഹായകമായോ എന്ന് പറഞ്ഞാൽ അതും ഒരു ഘടകമായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ DC-യും ഈ KLF സംഘാടകരും ഈ വിവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. എന്നാൽ അതേ സമയത്ത് ഈ വിവാദം ഇങ്ങനെ കത്തിപ്പടരുമ്പോഴും ഒരു വ്യക്തത വരുത്തൽ MT നടത്തുന്നില്ല എന്നുള്ളതും നിർണായകം തന്നെയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ MTയുടെ മൗനം ഏറെ വാചാലമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.